പോണത് കർത്താവിലെ. അപ്പം അതുകൊണ്ട് ആഴപ്പെടാനുള്ളൊരു സമയമാണിത്. അപ്പം ഈ നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാർ ഈശോയോട് പറയുന്നുണ്ട്, എന്താണ്? ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പറയും, അത് അങ്ങ് വർദ്ധിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കി. ഇപ്പം ലൂക്ക 17:5 വായിച്ചേ. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പം നിങ്ങളോർക്കും അപ്പോസ്തലന്മാർ എന്താ വിശ്വാസം വർദ്ധിപ്പിക്കണം പറഞ്ഞ സാഹചര്യം നോക്കണം. വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞ് ഒരുത്തൻ നിങ്ങളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞ് 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ മരണത്തോളം ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. അതൊരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയത് കാരണം തങ്ങൾക്ക് അത് പറ്റത്തില്ല. കാരണം ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമാണില്ല. അപ്പോൾ അതിന് അട്ടിമറിച്ചുകൊണ്ട് ആ പുസ്തകം മടക്കി വെച്ചുകൊണ്ടാണ് കർത്താവ് ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറയും, ഇതിനുള്ള മുതൽ മുടക്കാനുള്ള ആസ്തി ഭദ്രത ഞങ്ങൾക്കില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ വിശ്വാസത്തിന് വേറൊരു എക്സ്പ്രഷൻ വരികയാണ് ഇവിടെ. എന്താണ്? ക്ഷമ. നമ്മൾ നേരത്തെ സംഭവം കണ്ടില്ല. ഞാൻ 2 Thessalonians 3:1 കണ്ടില്ലേ? വിശ്വാസം വളരുന്നതനുസരിച്ച് കൊണ്ട് പരസ്നേഹം വളരുന്നത് നമ്മൾ കണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോഴെന്താ പറയണത്? അന്ന് വിശ്വാസത്തിന് സ്നേഹമെന്നുള്ള ഒരു പേരുണ്ടായിരുന്നു. വിശ്വാസം വളർന്നിട്ട് അത് വേറെ വേറെ രൂപങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യണത്. ഇപ്പോഴെന്താണ് വചനം പറയണത്? വിശ്വാസത്തിനെ വളർച്ച മുറ്റിയ പൂർണ്ണമാക്കിയ വിശ്വാസത്തിന് ക്ഷമയെന്നുള്ളൊരു പേരുണ്ടെന്നാണ്. അപ്പം നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലെന്നാണ് ദൈവം അസസ് ചെയ്യണത്. അല്ല നിനക്ക് വൈകാര്യമായിട്ട് അതിന് കഴിവില്ലെന്ന് അങ്ങനൊന്നുമല്ല, നിനക്ക് വെറുപ്പാണെങ്ങനൊന്നുമല്ല ദൈവം കണക്കാക്കണത്. അതൊക്കെ മനുഷ്യന്മാർ. നിനക്ക് ഒരാളെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അസസ് ചെയ്യണത് നിനക്ക് വിശ്വാസമില്ലെന്നുള്ളതാണ്. ഇതൊരു അപകടകരമായ കാര്യമാണ്. ഇപ്പോൾ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലും ക്ഷമിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസിയായ ദൈവദർശനത്തിൽ അവശേഷിക്കുകയാണ്. ഈ സിറ്റുവേഷൻ ചേഞ്ച്